നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള ലഡു എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് 3 ഗ്ലാസ് കടലമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 2 നുള്ളു ബേക്കിംഗ് സോഡയും. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മുടെ സെയിം ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സിൽ നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊന്നും ഒട്ടും ഇല്ലാതെ നല്ല നൈസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ എടുക്കുമ്പോൾ നമ്മൾ ഫ്ലേവർ ഇല്ലാത്ത എണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ ലഡുവിനും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള ഹോളുകളുള്ള ഒരു തവിയാണ് വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫുൾ ഫ്ലെയിമിൽ വേണം. നല്ല തിളച്ച എണ്ണയിലോട്ടാണ് നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ബൂന്തി കിട്ടുള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ബൂന്തി ആയാലേ നമുക്ക് ലഡുവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് ഫ്രൈ ആയി വരാനുള്ള ടൈം എന്താ പറയേണ്ടത്, നമ്മൾ ജസ്റ്റ് മാവ് ഒഴിച്ചിട്ട് മാവിൻ്റെ ആ ഒരു പച്ച ചുവ മാറി കിട്ടിയാൽ അപ്പം തന്നെ നമുക്ക് കോരി മാറ്റാം. അധികം ക്രിസ്പി ആയി പോകരുത്. ക്രിസ്പി ആയി പോയാൽ നമ്മുടെ ലഡു ഹാർഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ പച്ചച്ചുവ മാറി എന്ന് തോന്നി അപ്പം തന്നെ നമുക്ക് കോരി മാറ്റാം. ക്രിസ്പി ആവാനേ നിൽക്കരുത്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ബൂന്തി നമുക്ക് കോരിയിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഒരു പേപ്പർ ഇട്ടിട്ട് അതിലോട്ടാണ് ഞാനിത് കോരി മാറ്റി കൊടുക്കുന്നത്. എണ്ണ ഓരോ തവണ നമ്മൾ ബൂന്തി ഉണ്ടാക്കി കഴിയുമ്പോഴും എണ്ണയുടെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു ബൂന്തിയുടെ പെർഫെക്ഷനും കുറഞ്ഞു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആദ്യം ഉണ്ടാക്കുന്നത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് അവസാനം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഒരു 1/4 ഭാഗത്തോളം ബൂന്തി എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള പെർഫെക്റ്റ് ബൂന്തിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമ്മുടെ സെയിം ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സെയിം ഗ്ലാസിൻ്റെ 2.5 ഗ്ലാസ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും 4-5 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് കയ്യിലൊരു ഒട്ടുന്ന പരുവമാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബൂന്തി ചേർത്ത് കൊടുക്കാം. ബൂന്തി ഞാൻ 1/4 ഭാഗം എടുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പെർഫെക്റ്റ് ബൂന്തിയും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ. ഈ ബൂന്തി മുഴുവൻ ഷുഗർ സിറപ്പും വലിച്ചെടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളയാക്കി മാറ്റാനുള്ള പാകമായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റാം. അങ്ങനെ നമുക്ക് മുഴുവൻ ബൂന്തിയും ഇതേപോലെ ലഡുവാക്കിയിട്ട് ബോൾസാക്കി മാറ്റാം. ഈ ഒരു 3 ഗ്ലാസ് കടലമാവ് കൊണ്ട് നമുക്ക് ടോട്ടൽ 21 ലഡുവാണ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ നെയ്യൊക്കെ നല്ലോണം ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സൂപ്പർ സോഫ്റ്റുമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരികയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്